കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. വെളിച്ചെണ്ണ വില ഇടിഞ്ഞു, ഏലയ്ക്കും വില കുറഞ്ഞു. മഴ തുടരുന്നതിനാൽ നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് ഇനിയും പുനരാരംഭിക്കാനായില്ല. രാജ്യം നവരാത്രി ആഘോഷങ്ങളിൽ അമർന്നു നിൽക്കുന്ന അവസരത്തിലും ഭക്ഷ്യ എണ്ണ വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് കാലിടേറിയതാണ് തമിഴ്നാട് ലോബിയെ നിരക്ക് താഴ്ത്തി സ്റ്റോക്ക് വിറ്റുമാറാൻ നിർബന്ധിതരാക്കിയത്. കങ്കായത്ത് വെളിച്ചെണ്ണ വില കിൻഡലിന് 350 രൂപ ഇടിഞ്ഞ് 31,800 രൂപയായി. കൊച്ചിയിൽ 200 രൂപ താഴ്ന്ന് 36,400 രൂപയും താഴ്ന്നു. മഴ തുടരുന്നതിനാൽ നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് ഇനിയും പുനരാരംഭിക്കാനായില്ല. റബ്ബർ ഉൽപാദന രംഗത്തെ തളർച്ച ചരക്ക് ക്ഷാമത്തിനിടയാക്കുമെന്ന ഭീതിയിൽ ടയർ വ്യവസായികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 18,800 രൂപയിൽ നിന്നും 18,900 രൂപയിലേക്ക് ഉയർത്തി. 5ാം ഗ്രേഡ് 18,600 രൂപയിൽ വിപണനം നടന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബറിന് ഡിമാൻഡ് മങ്ങിയത് അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ മ്ലാനത ഇളവാക്കി. റബ്ബർ മാർക്കറ്റിലെ വൻ ശക്തിയായ ചൈന ഒരാഴ്ച നീളുന്ന രാജ്യവ്യാപകമായ അവധി ദിനത്തിലേക്ക് തിരിയുന്നത് റബ്ബർ വിലയെ സ്വാധീനിക്കും. തായ് മാർക്കറ്റായ ബാങ്കോങ്ങിൽ ഷീറ്റ് വില കിലോ 181 രൂപയായി താഴ്ന്നു. ജപ്പാൻ, സിംഗപ്പൂർ മാർക്കറ്റുകളിൽ ഇടപാടുകളുടെ വ്യാപ്തി ചുരുങ്ങി. ഉത്സവാഘോഷങ്ങളിലേക്ക് ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യാപാരികളുടെ ശ്രദ്ധ തിരിഞ്ഞത് ഏലക്ക വില കുറയാൻ കാരണമായി. ലേലത്തിൽ വാങ്ങൽ താൽപര്യം ചുരുങ്ങുമെന്ന വിലയിരുത്തലിൽ കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ഏലം നീക്കം നിയന്ത്രിക്കുകയും ചെയ്തു. 38,649 കിലോ ഏലക്ക ലേലത്തിന് വന്നതിൽ 37,518 കിലോയും വിറ്റഴിഞ്ഞിട്ടും ശരാശരി ഇനങ്ങളുടെ വില കിലോ 2,362 രൂപയെ താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്ഷീരവിപണിയിൽ ഏറ്റവും പുതിയ ഉപോൽപ്പന്നമായി മാറിയിരിക്കുകയാണ് ഗോമൂത്രം. ഗുജറാത്തിലാണ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യം പാൽ, പിന്നെ ചാണകം, ഇപ്പോൾ താരം ഗോമൂത്രമാണ്. ബനാറസ് ഡയറി ഗുജറാത്തിലെ പ്രാദേശിക കർഷകരിൽ നിന്നാണ് ഗോമൂത്രം ശേഖരിക്കുന്നത്. ലിറ്ററിന് 5 രൂപ നിരക്കിലാണ് ഇവ വാങ്ങുന്നത്. രാധാപ്പൻപൂർ പാൽ ശീതീകരണ പ്ലാന്റിലാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഗുജറാത്തിലെ തനത് കന്നുകാലി വിഭാഗമായ കാംഗ്രജ് ഇനത്തെ വളർത്തുന്ന കർഷകരെ കേന്ദ്രീകരിച്ചാണ് ഈ സംരംഭം നടപ്പിലാക്കിയിരിക്കുന്നത്. പശുക്കളിൽ നിന്ന് ശേഖരിക്കുന്ന മൂത്രം ബനസ്കന്തയിലെ ഒരു കേന്ദ്രത്തിൽ സംസ്കരിക്കുന്നു. സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ജൈവവളമാക്കി മാറ്റുകയും ചെയ്യുന്നു. കറവ പറ്റിയ കന്നുകാലികളെ ഉപേക്ഷിക്കുന്നതിന് പകരമായി ഈ രീതി പരീക്ഷിക്കാവുന്നതാണെന്നാണ് ബനാറസ് ഡയറി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇതിലൂടെ ഗ്രാമീണ വരുമാനവും വർദ്ധിപ്പിക്കാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉത്തരേന്ത്യയിൽ നിന്നും പൈനാപ്പിളിന് ഡിമാൻഡ് ഉയർന്നു. കേരളത്തിൽ ഉൽപാദന ഇടിവിൽ പ്രതീക്ഷ മങ്ങി പൈനാപ്പിൾ കർഷകർ. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ഫെസ്റ്റിവൽ സീസൺ ആരംഭിച്ചതോടെ പൈനാപ്പിളിന് ഡിമാൻഡ് ഏറിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ മൂലമുണ്ടായ ഉൽപാദന ഇടിവ് കർഷകരെ നിരാശയിലാക്കി. മുൻ വർഷങ്ങളേക്കാൾ ഇത്തവണ ഉൽപാദനത്തിൽ കനത്ത ഇടിവാണുണ്ടായിരിക്കുന്നത്. ഒപ്പം ഇല കേടാകുന്നതും വളക്ഷാമവും കൂടിയായതോടെ ദുരിതം ഇരട്ടിയിലായി. പാട്ടവ്യവസ്ഥയിലാണ് പലയിടത്തും കൃഷി നടത്തുന്നത്. ഇതിന്റെ തുകയ്ക്കൊപ്പം കൂലിച്ചെലവും വർദ്ധിച്ചതോടെ കൃഷി ആദായകരമല്ലാതായിരിക്കുകയാണ്. 40 രൂപയ്ക്ക് മുകളിൽ പൈനാപ്പിളിന് വില കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സീസണിൽ 54 മുതൽ 87 രൂപ വരെ ലഭിച്ചിരുന്നതാണ്. റബ്ബറിന് വിലയിടിഞ്ഞതോടെയാണ് പല കർഷകരും പൈനാപ്പിൾ കൃഷിയിലേക്ക് തിരിഞ്ഞത്. സംസ്ഥാനത്ത് എറണാകുളമാണ് പൈനാപ്പിൾ കൃഷിയിൽ മുന്നിൽ. 2ാം സ്ഥാനം കോട്ടയത്തിനാണ്. വാഴക്കുളമാണ് എറണാകുളം ജില്ലയിലെ പ്രധാന പൈനാപ്പിൾ കൃഷി മേഖല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേയില ലേല പോർട്ടൽ നവീകരണത്തിൽ ആശങ്ക. സമീപകാല മാറ്റങ്ങൾ മേഖലയിലെ പ്രതിസന്ധിയിലാക്കിയതായും ടീ അസോസിയേഷൻ. സമീപകാല മാറ്റങ്ങൾ ചെറുകിട ഇടത്തരം വാങ്ങുന്നവർക്ക് അനാവശ്യമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് കൊച്ചിയിലെ ടീ ബയേഴ്സ് അസോസിയേഷൻ ഓഫ് കൊച്ചിൻ വ്യക്തമാക്കി. പുരോഗമനപരമായ പരിഷ്കാരങ്ങളെ വാങ്ങുന്നവരുടെ സമൂഹം അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് പാക്കറ്റർമാർ, ബ്ലെൻഡർമാർ, കയറ്റുമതിക്കാർ, ചെറുകിട ഇടത്തരം വാങ്ങുന്നവർ എന്നിങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനായിരിക്കണം മാറ്റമെന്നും 52ാമത് വാർഷിക പൊതുയോഗത്തിൽ അസോസിയേഷന്റെ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് അനിൽകുമാർ N. പ്രഭു പറഞ്ഞു. ആഗോളതലത്തിൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ചൈനയാണ് 1ാമത്. ഇന്ത്യയുടെ പ്രതിശീർഷ തേയില ഉപയോഗം പ്രതിവർഷം ഏകദേശം 840 ഗ്രാമാണ്. ആഭ്യന്തര ഉപഭോഗത്തിൽ നേരിയ വർധനവ് പോലും നമ്മുടെ പ്രതിസന്ധിയിലായ തേയിലത്തോട്ടങ്ങൾക്ക് ഗണ്യമായി ഉത്തേജനം നൽകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 188, RSS 5 184, ലാറ്റക്സ് 127, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു
220. കൊക്കോ പരിപ്പ് 380. കുരുമുളക് ഗാർബിൾ 69,400. കുരുമുളക് അൺഗാർബിൾ 67,400. ഏലക്ക 2,380 മുതൽ 2,450 വരെ. വെളിച്ചെണ്ണ 36,400. കൊപ്ര 23,100. ചുക്ക് 24,000. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർ ഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർ ഫെഡിന്റെ ഓണാശംസകൾ.